ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വചനം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുകയും വിളിയുടെ ആഴങ്ങളും ഗൗരവങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേല അതിൻ്റെ ആദരവോടും ബഹുമാനത്തോടും കൂടി ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്താൽ ഏറ്റവും മാനത്തിന് യോഗ്യരായി തീരുന്നത് പോലെ മനുഷ്യരുടെ ഇടയിലും ഏറ്റവും യോഗ്യന്മാരായി എണ്ണപ്പെടുവാൻ അർഹതപ്പെട്ടവർ തന്നെയാണ് എന്ന് തെളിയിച്ചു പറയുന്ന പദങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്നും തിരുവെഴുത്തിൽ പറയുന്നത് പോലെ വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണെന്നുമൊക്കെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്ന പദങ്ങൾ അതോട് ചേർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എനിക്കും ബർന്നബാസിനും അതേ നിലകളിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയില്ലേ എന്ന് ചോദിച്ചിട്ട് 7 മുതൽ വാക്യം പറയുകയാണ്, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആരാണുള്ളത്? മാത്രമല്ല മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആരാണ്? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവനം കഴിക്കാത്തവൻ ആരാണ്? എന്നിത്യാദി കാര്യങ്ങളൊക്കെ ആ വാക്കുകൾക്കുള്ളിൽ ചോദിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം, വഞ്ചനപ്പെടാതിരിപ്പീൻ എന്നൊക്കെ ഓർപ്പിക്കുന്നതായ പദങ്ങളും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദൈവിക വിളി മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയും അതിൻ്റെ മഹിമയോടെ ആ വേല ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഏറ്റവും ശ്രേഷ്ഠരെന്നെണ്ണുവാനും അവരെ മാനിക്കുവാനും നമുക്ക് കഴിയണമെന്നും അവരുടെ അധ്വാനത്തിനനുസരിച്ച് അവരെ ആദരിക്കുകയും അവർക്ക് കൊടുക്കേണ്ട നന്മകൾ നാം അവർക്ക് നൽകുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതായ വാക്കുകളാണ് ഈ വചനത്തിനുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ദൂതന്മാരെന്നോർത്ത് അവരെ ബഹുമാനിച്ചിട്ടുള്ളവർക്ക് ദൂതന്മാർ ബഹുമാനിച്ച എന്ന കാരണത്താൽ നൽകപ്പെടേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭ്യമാകുവാനിടയായി തീർന്നിട്ടുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ എന്നോർത്ത് നാം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് നൽകേണ്ട നന്മകളൊക്കെ ആ തലങ്ങളിൽ അവർക്ക് നൽകുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുക തന്നെ ചെയ്യും എന്നുള്ള വചനമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർക്കൊക്കെ കൊടുത്തിട്ട് നാം പുച്ഛിക്കുന്നവരും നിന്ദിക്കുന്നവരുമാകുകയല്ല. പ്രത്യുത ദൈവനാമത്തിനു വേണ്ടി ഞാനത് ചെയ്യുമ്പോൾ അവരത് യോഗ്യന്മാർ എന്ന് മനസ്സിലാക്കി ഞാനത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി നാം അത് ചെയ്യുവാനും
നല്ല മനസ്സോടെ നാം ആ നിലകളിൽ പ്രവർത്തിപ്പാനും നമുക്ക് കഴിയേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഞങ്ങൾക്ക് ബഹുമാനിപ്പാനും അവർക്ക് അർഹമായതൊക്കെ നൽകുവാനും ആ നിലകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി തീരേണ്ടതിന് ഞങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണം. എല്ലാ നന്മയും പകരണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.